ലൈഫ് ഭവന പദ്ധതിയിൽ നിന്ന് 1 ലക്ഷം രൂപ വെട്ടിക്കുറച്ച UDF സർക്കാർ തീരുമാനം ഞെട്ടിപ്പിക്കുന്നതെന്ന് മുൻ ധനമന്ത്രി KN ബാലഗോപാൽ. കേന്ദ്ര സർക്കാർ നിർദ്ദേശപ്രകാരം ബോർഡ് വെക്കുവാനും സർക്കാർ തീരുമാനിച്ചു. ഗുണഭോക്താക്കളെ വഞ്ചിക്കുന്ന തീരുമാനം പിൻവലിക്കണമെന്നും ജനങ്ങളുടെ പോക്കറ്റടിക്കുകയാണ് UDF സർക്കാരെന്നും ബാലഗോപാൽ കോഴിക്കോട് പറഞ്ഞു. കേരളത്തിന്റെ അഭിമാന പദ്ധതിയായ ലൈഫിൽ നിന്ന് 1 ലക്ഷം രൂപ വെട്ടിക്കുറച്ച UDF സർക്കാർ തീരുമാനത്തെ രൂക്ഷമായ ഭാഷയിലാണ് മുൻ ധനമന്ത്രി KN ബാലഗോപാൽ പ്രതികരിച്ചത്. സാമ്പത്തികമായും രാഷ്ട്രീയമായും ഞെട്ടിക്കുന്നതാണ് തീരുമാനം. വ്യക്തികൾക്കുമേൽ വലിയ തുക അടിച്ചേൽപ്പിക്കുകയാണ് സർക്കാർ. ഭവനരഹിതരായ ഗുണഭോക്താക്കളെ വഞ്ചിക്കുന്ന തീരുമാനം പിൻവലിക്കണമെന്നും KN ബാലഗോപാൽ പറഞ്ഞു. ഇത് അങ്ങേയറ്റം ജനങ്ങളെ വഞ്ചിക്കുന്നതും ഏറ്റവും സാധാരണക്കാരായ ആളുകളുടെ ജീവിതം ദുരിതത്തിലാക്കുന്നതുമായ പ്രശ്നമാണെന്നുള്ളതാണ് ഈ ലൈഫുമായി ബന്ധപ്പെട്ട് വന്നേക്കുന്നത്. ലൈഫിൻ്റെ കാര്യം, പെൻഷൻ്റെ കാര്യമൊക്കെ ഇത് അടിയന്തരമായിട്ട് ഗവൺമെൻറ് തിരുത്തണം. അല്ലെങ്കിൽ ഇത്രയും പണം ഓരോരുത്തർക്കും ഇത്രയും കൊടുക്കുമ്പോൾ ഇത്രയും വലിയ തുക പോക്കറ്റടിക്കുന്നതിന് തുല്യമാണ്. കൊടുത്തുകൊണ്ടിരുന്നതാണല്ലോ കേരളത്തിലെ LDF ഗവൺമെൻറ്റിൻ്റെ സമയത്ത് ചെയ്തുകൊണ്ടിരുന്നത്. LDF ആണോ UDF ആണോ എന്നുള്ളത് പ്രത്യേകം നോക്കേണ്ട കാര്യമില്ല. ഗവൺമെൻറ് ചെയ്തുകൊണ്ടിരുന്നത് പെട്ടെന്ന് എടുക്കുക എന്ന് പറഞ്ഞാൽ പോക്കറ്റിൽ നിന്ന് എടുക്കുകയാണ്. കിട്ടിക്കൊണ്ടിരുന്നത് പോക്കറ്റിൽ നിന്ന് എടുക്കുകയാണ്. ഒരു സ്ഥലം പോക്കറ്റടി തന്നെയാണ് ഗവൺമെൻറ് നടത്തുന്നത്. അങ്ങനെ ആളുകളുടെ വെട്ടിക്കുറയ്ക്കാൻ പാടില്ല. MDMA കേസിൽ നുണ ആവർത്തിക്കുന്ന മുഖ്യമന്ത്രി VD സതീശൻ മാപ്പ് പറയണമെന്നും ബാലഗോപാൽ അഭിപ്രായപ്പെട്ടു. എനിക്ക് ഓർമ്മക്കുറവ് പറ്റിയതാണ്. എനിക്കിപ്പോൾ ആ സമയത്ത് ഇങ്ങനെ ഒരു മറവിയുടെ പ്രശ്നം വന്നായിരുന്നു. അതുകൊണ്ടാണോ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം സമ്മതിക്കണം. അല്ലെങ്കിൽ ഇത് സംബന്ധിച്ച് മാപ്പ് പറയണം. ഇനിയും ഇങ്ങനെ നിരന്തരമായി ഇത്തരം കാര്യങ്ങളിൽ മനഃപൂർവ്വമായിട്ട് തെളിവ് നശിപ്പിക്കുന്നതോ കള്ളം പറയുന്നതായ തരത്തിലേക്ക് കാര്യങ്ങൾ പറയുന്നുവെന്ന് സമൂഹം ചിന്തിക്കുന്ന തരത്തിലേക്കാണ് കാര്യങ്ങൾ. അത് വളരെ ഗൗരവമായിട്ട് തന്നെ ആ കാര്യം എടുക്കേണ്ടതാണ്. ജീവനക്കാരുടെ സ്ഥലമാറ്റം വൈരാഗ്യബുദ്ധിയോടെ നടപ്പാക്കുകയാണ് സർക്കാർ എന്നും KN ബാലഗോപാൽ പറഞ്ഞു. കൈരളി ന്യൂസ്, കോഴിക്കോട്.